നോമ്പ് കാലത്ത് വളരെ ഉന്മേഷത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും ജോലിയൊക്കെ ചെയ്യാൻ എന്താണ് മാർഗം? അതിനെന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? പലപ്പോഴും ആളുകൾ ഇത്തരം ചർച്ചകൾ നടത്താറുണ്ട്. യൂട്യൂബിലും മറ്റുമൊക്കെ വീഡിയോകൾ സെർച്ച് ചെയ്യാറുണ്ട്. ഏതാണ് നല്ല ഭക്ഷണശീലം? ദിവസം മുഴുവനും നല്ല കുളിർമയോടുകൂടി ഊർജ്ജസ്വലരായി ഇരിക്കാൻ ഏത് ഭക്ഷണം കഴിക്കണം? നോമ്പുകാലം തുടങ്ങിയല്ലോ. നിങ്ങൾക്കറിയുന്നതും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതുമായ പലതരം ഭക്ഷണശീലങ്ങളും ഉണ്ടാകും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി കേട്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്തു നോക്കി, രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി ഏതാണ് കൂടുതൽ നന്നാവുക എന്ന് നോക്കിയതിന് ശേഷം മാത്രം, കൃത്യമായി ഒബ്സർവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് സ്വീകരിക്കുക. നോമ്പുകാലത്ത് ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലരായി കൊണ്ട് ഇരിക്കാൻ വേണ്ടി ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം മനസ്സ് ക്ലീനാക്കുക എന്നുള്ളതാണ്. ഹൃദയം ശുദ്ധീകരിക്കുക. ഒരാളെയും കുറിച്ച് മോശമായി ചിന്തിക്കാതിരിക്കുക. അസൂയ, ദേഷ്യം, വിദ്വേഷം, അഹങ്കാരം ഇതൊക്കെ മനസ്സിൽ നിന്ന് പാടെ ഒഴിവാക്കി മനസ്സിനെ ക്ലീനാക്കുകയാണ് ആദ്യം വേണ്ടത്. മോശമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, മോശമായത് ചിന്തിക്കാതിരിക്കുക. ഒരാളെ കാണുമ്പോൾ ഒരുപാട് മോശം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അയാളുടെ നന്മയിലേക്ക് മാത്രം നോക്കുക. ഇങ്ങനെ നന്മയിലേക്ക് മാത്രം നോക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു ഫോക്കസ്, ഒരു പ്രാക്ടീസ് അത് നിർബന്ധമായും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ. എനിക്ക് ആരെങ്കിലോടും ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം മോശം വികാരങ്ങളുണ്ടോ എന്നൊന്ന് കൃത്യമായി ചിന്തിച്ച് അത് വിലയിരുത്തി അതിനെ പാടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഇപ്പോൾ തന്നെ ഒരു കുളിർമ ഫീൽ ചെയ്യുന്നില്ലേ? ഇതാണ് ആദ്യമായി ആരോഗ്യത്തോടെയും ഊർജ്ജത്തോടെയും ഇരിക്കാൻ നമുക്ക് വേണ്ടത്. സ്വാഭാവികമായും മനസ്സ് നല്ല ശാന്തതയിലേക്ക് വരികയും നല്ല സന്തോഷമുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. രണ്ടാമത്തേത് നന്മകൾ ധാരാളമായി ചെയ്യുക, ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. അതെത്ര ചെറുതാണെങ്കിലും നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് കൃത്യമായി അത് നമ്മൾ നൽകുക. അതൊക്കെയും നമ്മുടെ മുമ്പിലേക്ക് വീണ് കിട്ടുന്ന അവസരമായി കണ്ടുകൊണ്ട് അതിനെ കൃത്യമായി വിനിയോഗിക്കുക. ഈ പൈസ കൊണ്ടുപോയി അയാൾ എന്തു ചെയ്യും, അല്ലെങ്കിൽ അയാൾ ഈ നോമ്പുകാലത്ത് മാത്രം ഇറങ്ങുന്ന ഈ രൂപത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി, അതെ എനിക്കൊരവസരം ലഭിക്കുകയാണല്ലോ എന്നുള്ള ചിന്താഗതിയോടുകൂടി, പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ദാനധർമ്മങ്ങൾ ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്കൊരു കുളിർമ ലഭിക്കും മനസ്സിന്. അത് തന്നെയാണ് ആരോഗ്യവും നോമ്പുകാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് മനസ്സിന് കുളിർമയും ഊർജവും ആരോഗ്യവും നേടിത്തരുന്ന ഒരു കാര്യം. ഈ രൂപത്തിൽ നല്ല ശാന്തതയുള്ള, കുളിർമയുള്ള, പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ വിശപ്പോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകില്ല. ധാരാളമായി നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയും. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തീരുമാനമാണ്. മനസ്സിൻ്റെ തീരുമാനം. മനസ്സ് കൊണ്ട് ഒരുങ്ങുക. തലേ ദിവസം തന്നെ അതെ മനസ്സിനോട് പറഞ്ഞ് മനസ്സിലത് ഉറപ്പിക്കുക. നാളെ ഞാൻ നോമ്പെടുക്കുകയാണ്, നാളത്തെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിനെ ആദ്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആ ഒരു ഉദ്ദേശം, നിയ്യത്ത് അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ, മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശരീരം ആ നിലക്ക് പ്രവർത്തിച്ചു കൊള്ളും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നോമ്പ് കാലത്ത് പലപ്പോഴും ഉച്ചക്കോ മറ്റ് സമയത്തോ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമുണ്ടാകില്ല. എന്നാൽ നോമ്പല്ലാത്ത ഒരു ദിവസം എന്തെങ്കിലും തിരക്ക് കാരണം കൊണ്ട് ഉച്ച സമയത്തോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മനസ്സിൽ പല ആളുകൾക്കും ടെൻഷൻ വരാറില്ലേ? ഇതെന്തുകൊണ്ടാണ്? നമ്മൾ മുൻകൂട്ടി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ മനസ്സിൽ ആ ഒരു തീരുമാനം ആത്മാർത്ഥമായി എടുത്തിട്ടില്ലല്ലോ. അത് പെട്ടെന്ന് സംഭവിച്ച കാര്യമാണല്ലോ. അതുകൊണ്ടാണ് നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുക എന്നത് നിയ്യത്ത് വളരെ പ്രധാനമാണ്. അടുത്തത് ആ തീരുമാനത്തെ, ആ ഉദ്ദേശത്തെ ഹൈ കോൺഫിഡൻസിൽ വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടി മുറുകെ പിടിക്കാൻ കഴിയുക എന്നതാണ്. മനസ്സ് ചാഞ്ചാടാൻ പാടില്ല. അയ്യോ എനിക്ക് വിശക്കുമോ, എനിക്ക് ക്ഷീണിക്കുമോ, വെയിൽ തട്ടിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമോ, വെയിലത്താണല്ലോ എനിക്ക് ജോലി, എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ, ഈ രൂപത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും വരാൻ പാടില്ല. കാരണം നമ്മൾ മുൻകൂട്ടി സതുദ്ദേശത്തോടു കൂടി ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു, അതിൽ ഉറച്ചു നിൽക്കുകയാണ് അടുത്തതായി വേണ്ടത്. ഇനി ഭക്ഷണത്തിലേക്ക് വരാം. അത്താഴ സമയം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ.
നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മുടെ വായുടെ അവസ്ഥ എന്തായിരിക്കും? ആകെ ഉണങ്ങി അല്ലേ? ഒരു ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിയും ആ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാകത്തിലായിരിക്കും നമ്മളുടെ ശരീരം ഉണ്ടാകുക. പലപ്പോഴും മനസ്സുകൊണ്ട് തോന്നുന്നുണ്ടാകും എരിവും പുളിയുമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് മനസ്സുകൊണ്ട് തോന്നുന്നുണ്ട് എങ്കിലും ശരീരത്തിന് ആ സമയത്ത് അത് വേണ്ട എന്നുള്ളതാണ്. പലപ്പോഴും വിശപ്പ് ഉണ്ടാകുക തന്നെ ഇല്ല. ഇനി നമ്മൾ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് എന്തെങ്കിലും കട്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതെ, പലപ്പോഴും അത് ദഹിക്കാൻ 5-6 മണിക്കൂറൊക്കെ എടുക്കും. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും പലപ്പോഴും ദഹനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വെള്ളം ആവശ്യമായി വരും. അപ്പോൾ സ്വാഭാവികമായും നോമ്പിലേക്ക് കടന്നിട്ടുണ്ടാകും, വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ശരീരം ക്ഷീണത്തിലേക്ക് പോവുകയും വല്ലാതെ ഉറക്കം വരുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ദഹനത്തിന് വേണ്ടി ശരീരം അവിടെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണശീലം 3-5 ഈത്തപ്പഴവും 1 ഗ്ലാസ് പച്ചവെള്ളവും, അത് വളരെ സാവധാനത്തിൽ കുടിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചാലും മതി. കാരണം ഇതൊക്കെ തന്നെ പെട്ടെന്ന് ദഹനം നടക്കുന്നതും ശരീരത്തിന് ബുദ്ധിമുട്ടി ദഹനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനവും ഊർജവും ഒക്കെ ചിലവഴിക്കേണ്ട ആവശ്യമില്ലാത്ത ഭക്ഷണശീലങ്ങളാണ്. മാത്രവുമല്ല, അത്താഴത്തിന് ഈത്തപ്പഴവും വെള്ളവും ഒക്കെ കുടിക്കുന്നത് നബിചര്യയാണല്ലോ. ഇനി ഈ രൂപത്തിലൊന്ന് അത്താഴം കഴിച്ചു നോക്കൂ. ശേഷം നമ്മൾ പറഞ്ഞ പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടി ആ ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടുക. ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് പച്ചവെള്ളവും ഈത്തപ്പഴവും കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ട് നോമ്പ് തുറക്കുക. പിന്നീട് നമസ്കാര ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഭക്ഷണമാണെങ്കിലും വളരെ നല്ല രൂപത്തിൽ ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും തറാവീഹും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ മാത്രം ജ്യൂസോ ഫ്രൂട്ട്സോ പോലെയുള്ള ലൈറ്റായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം കഴിക്കുക. ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് വല്ലാതെ ക്രേവിങ്സ് ഉള്ള ആളുകളുണ്ടാകും. വല്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ത്വര ഇങ്ങനെ വന്നു നിൽക്കുന്ന ആളുകളുണ്ടാകും. അവർ നോമ്പ് തുറക്കുന്നത് വളരെ കുറച്ച് പച്ചവെള്ളവും 1 കാരക്കയും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സും കഴിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചവച്ചരച്ച് വളരെ കുറച്ച് വിശപ്പിനാവശ്യമായ രീതിയിൽ അങ്ങനെ കഴിക്കാവുന്നതാണ്. ഏതായാലും ലേറ്റായി ഒരുപാട് കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങൾ പാടെ ഒഴിവാക്കുക. ഈ രൂപത്തിൽ നോമ്പൊന്നെടുത്ത് നോക്കിയേ, ഈ രൂപത്തിൽ ഭക്ഷണശീലമൊന്ന് ആക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ കഴിച്ചു വരുന്ന നിങ്ങൾ ശീലിച്ചിട്ടുള്ള ആ ശീലവും ഞാൻ പറഞ്ഞ കാര്യങ്ങളും ചെയ്തു നോക്കി തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. അങ്ങനെ എല്ലാവർക്കും ഈ നോമ്പുകാലം വളരെ ആരോഗ്യവും ഊർജവും മനസ്സമാധാനവും ഫലപ്രദവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.